ഈ സ്റ്റേഡിയം നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രതികരണം എന്ന് പറയുന്നത് എനിക്ക് മാത്രമാണ് നഷ്ടം, ഞാനിത് പുതുതാക്കി ഇത്രയധികം കോടി രൂപ ചെലവഴിച്ച് പുതിയതാക്കി മാറ്റിയ സ്റ്റേഡിയം കൈമാറും, എനിക്ക് മാത്രമാണ് നഷ്ടം, മറ്റാർക്കെങ്കിലും നഷ്ടമുണ്ടോ എന്നുള്ള തിരിച്ചു ചോദ്യങ്ങളൊക്കെയാണ്. പക്ഷെ പൊതുസ്വത്ത് എന്ന് പറയുന്നത് പൊതുസ്വത്ത് തന്നെയാണ്. അത് ആർക്കെങ്കിലും കുറേയേറെ പണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നൊന്നല്ല. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതിൽ സുതാര്യത വേണം, അതിൽ ജനതാൽപര്യം ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വേണം. അതൊക്കെ ചോദിക്കാനും പറയാനും ജനങ്ങൾക്ക് അധികാരവുമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ നിറം മാറ്റൽ ചർച്ച ചെയ്യാൻ GCDA തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിഷയം എക്സിക്യൂട്ടീവ് യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പോൺസർ ആൻഡ്രൂ അഗസ്റ്റിൻ കാരണം വാറന്റി നഷ്ടപ്പെടുമെന്ന് ഉറപ്പായതോടെ ഓഡിറ്റ് സമയത്തെ തലവേദന ഒഴിവാക്കാനാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം. ഇതിന്റെ ഉത്തരവാദിത്തം വരാതിരിക്കാനാണ് വിഷയം ഭരണസമിതിയിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത്. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, സ്വാഭാവികമായും ഓഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വാറന്റി നഷ്ടപ്പെട്ടത് മൂലം വീണ്ടും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരികയോ അതിന്റെ പേരിൽ പണനഷ്ടം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് ചോദ്യം ചെയ്യപ്പെടും. ആ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് വരികയും ചെയ്യും. അത് ഒഴിവാക്കാനും ആ സമയത്തെ ആരോപണങ്ങൾ നേരിടാനുമുള്ള എന്തൊക്കെ നീക്കങ്ങൾ നടക്കുന്നുണ്ട് GCDA ഭാഗത്തു നിന്ന്? മാധു, അല്പം മുമ്പ് മാധ്യമങ്ങളോട് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള പറഞ്ഞത് ഈ സ്റ്റേഡിയത്തിന്റെ നിറമാറ്റം താൻ കൂടി അറിഞ്ഞുകൊണ്ടാണ്, അതായത് GCDA അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തികളാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് GCDA എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ പോകുന്നു. അദ്ദേഹമാണ് GCDA ചെയർമാൻ. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്ന അജണ്ടയിലെ 111-ാമത്തെ പേജിൽ, അദ്ദേഹം അത് കണ്ടിട്ടില്ല എങ്കിൽ 111-ാമത്തെ പേജ് എടുത്ത് K. ചന്ദ്രൻപിള്ള വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. ആ 111-ാമത്തെ പേജിൽ എഞ്ചിനീയറിംഗ് വിഭാഗം എഴുതിയിരിക്കുന്നത് നമുക്കിപ്പോ വായിക്കാം. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ പെയിന്റിംഗ് പ്രവൃത്തി കരാർ വെച്ച് 14/2/2025 തീയതി ഡ്യൂറോലാക്കിന് കൈമാറിയിട്ടുള്ളതും 98% പൂർത്തീകരിച്ചിട്ടുള്ളതുമാണ്. 12 മാസമാണ് TOC. അർജന്റീന ടീമിന്റെ ഫുട്ബോൾ മത്സരത്തോടനുബന്ധിച്ച് സ്റ്റേഡിയം 26/9/2025 സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൈമാറിയിട്ടുള്ളതാണ്. ആയതിനു ശേഷം പെയിന്റിംഗ് പ്രവൃത്തി നിർത്തിവെച്ചിട്ടുള്ളതാണ്. ഇനി കടമുറികളുടെ ബോർഡുകൾ മാറ്റി പെയിന്റ് ചെയ്യുന്നതും ടച്ചിങ് പ്രവൃത്തികളും മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ SKFന് കൈമാറിയ സ്റ്റേഡിയത്തിൽ കരാറുകാരായ ഡ്യൂറോലാക് പെയിന്റ് ചെയ്ത കളറിന് മുകളിൽ ഗ്രേ കളർ RBCയുടെ സ്പോൺസർ നിർദ്ദേശപ്രകാരം പെയിന്റ് ചെയ്തു വരുന്നു. അതായത് സ്പോൺസറുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ ഗ്രേ കളർ അടിക്കുന്നതെന്നാണ് GCDA എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത്. അവിടെയാണ് K. ചന്ദ്രൻപിള്ള ഇപ്പോൾ സ്പോൺസറെ വെള്ള പൂശാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്യൂറോലാക് പെയിന്റ് ചെയ്ത പെയിന്റിന്റെ വലിയ ശതമാനവും പുതിയ പെയിന്റ് വരുന്നതാണ്. ആയതുമൂലം 2 പ്രശ്നങ്ങളാണ് ഈ എഞ്ചിനീയറിംഗ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ആയിട്ട് അവർ പറയുന്നത് ഡ്യൂറോലാക്കിന്റെ 5 വർഷം DLP. ഈ സാഹചര്യത്തിൽ ഭാവിയിൽ തകരാറുകൾ ഉണ്ടാകുന്ന പക്ഷം ഡ്യൂറോലാക്കിനെ റെക്ടിഫിക്കേഷന് നിർബന്ധിക്കാൻ സാധിക്കാത്തതാണ്. 2, സ്റ്റേഡിയത്തിന്റെ കോളം, റാക്കർ ബീം തുടങ്ങിയ 1, 2, 3 നിലകളിൽ ഏരിയകളിൽ കളർ ഗ്രേ ആയി മാറുന്നതാണ്. മേൽ സാഹചര്യത്തിൽ ഡ്യൂറോലാക്കിന്റെ സ്റ്റേഡിയത്തിലെ പെയിന്റിംഗ് പ്രവൃത്തിയിലെ DLP സംബന്ധിച്ചും കളർ മാറ്റി പെയിന്റ് ചെയ്യുന്നതും സംബന്ധിച്ച വിഷയം അറിവിലേക്കും പരിഗണനയ്ക്കുമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കുന്നു. അതായത് ഇന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇത് ചർച്ച ചെയ്യണം എന്നാണ് GCDA സെക്രട്ടറി എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ കത്ത് മുന്നോട്ട് വെച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത്. അവിടെയാണ് K. ചന്ദ്രൻപിള്ള ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ സ്പോൺസറുടെ താല്പര്യപ്രകാരം GCDA അനുമതിയോടുകൂടി എന്ന് പറയേണ്ടതാണല്ലോ. അങ്ങനെ അനുമതി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രശ്നം. അതായത് GCDA ചെയർമാന്റെ നിർദ്ദേശമുണ്ടെങ്കിൽ GCDA ചെയർമാന്റെയും ഭരണസമിതിയുടെയും നിർദ്ദേശപ്രകാരം അവിടെ കളർ മാറ്റുന്നു എന്നത് എഞ്ചിനീയറിംഗ് വിഭാഗം രേഖപ്പെടുത്തേണ്ടതാണ്. ഇത് കൃത്യമായും അവർ പറയുന്നു, സ്പോൺസറുടെ നിർദ്ദേശപ്രകാരമാണ് അവിടെ പെയിന്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പെയിന്റിംഗ് നടത്തിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് 1, 2 അക്കമിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഡ്യൂറോലാക്ക് പെയിന്റ് ചെയ്തതിന്റെ ഭൂരിഭാഗം ഭാഗവും ഇപ്പോ ഉൾഭാഗം മുഴുവനായി ഗ്രേ കളറിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഇപ്പൊ അടിക്കുന്ന പെയിന്റ് പൊളിഞ്ഞു പോയാൽ പിന്നെ ഡ്യൂറോലാക്കിനെ സമീപിച്ചിട്ട് നിങ്ങൾ 5 വർഷത്തെ DLP ഉണ്ട്, അതിന്റെ തകരാറ് പരിഹരിച്ചു തരണം എന്ന് അവരോട് ആവശ്യപ്പെട്ടാൽ അവർ ചെയ്തു തരില്ല. അതാണ് കൃത്യമായും ഉദ്യോഗസ്ഥർ GCDA ഭരണസമിതിക്ക് മുൻപാകെ തന്നെ വച്ചിരിക്കുന്നത്. ഇവിടെ തന്റെ ഉത്തരവാദിത്ത പ്രകാരം തന്റെ ഇഷ്ടപ്രകാരമാണ് ഇതെല്ലാം നടന്നത്, തന്റെ അറിവോടുകൂടിയാണ് നടന്നതെന്ന് K. ചന്ദ്രൻപിള്ള പരസ്യമായി സമ്മതിച്ച സ്ഥിതിക്ക്
ഈ കാര്യത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കെ ചന്ദ്രൻപിള്ളയുടേതായി മാറിയിരിക്കുന്നു. സ്പോൺസറുടെ ഭാഗത്ത് നിന്നുണ്ടായ നടപടിയുടെ ഉത്തരവാദിത്വം ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ കെ ചന്ദ്രൻപിള്ള ഏറ്റെടുത്തിരിക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ നഷ്ടം നികത്താനുള്ള ഉത്തരവാദിത്വം കൂടി എന്റെ അറിവോട് കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഏറ്റെടുക്കും എന്ന് നമുക്ക് വിചാരിക്കാം, അല്ലെങ്കിൽ നമുക്കത് ചോദിക്കുകയും ചെയ്യാം.